ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ PR ഏജൻസി നൽകിയ വിവരങ്ങളെന്ന് പറയപ്പെടുന്ന ഭാഗം എഴുതി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നെന്ന സൂചന ലഭിച്ചെന്ന PV അൻവർ MLA. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2 പ്രമുഖ വ്യക്തികളാണ് വിവരങ്ങൾ ഏജൻസിക്ക് കൈമാറിയതെന്നാണ് വിവരം. ഇക്കാര്യത്തിൽ തനിക്ക് സംശയമില്ലെന്നും അൻവർ പറഞ്ഞു. താൻ പറഞ്ഞതല്ലെങ്കിൽ ഏജൻസിക്കും ദ ഹിന്ദുവിനുമെതിരെ കേസ് എടുക്കാത്തത് എന്തുകൊണ്ടാണ്? അഭിമുഖത്തിന്റെ റെക്കോർഡ് പുറത്തുവിടാത്തതുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. PR ഏജൻസിക്ക് കുറിപ്പുകൾ പോയ സംഭവം അറിവോടെയല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? അതിനർത്ഥം സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് നാടകം കളിക്കുകയാണെന്നും PV അൻവർ MLA പറഞ്ഞു. സെപ്റ്റംബർ 13 ഏജൻസിയുടെ റിലീസിന് പിന്നിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനം ഒഴിയുന്നില്ലെങ്കിൽ മാപ്പെങ്കിലും പറയണം. മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഇല്ലെന്ന് മന്ത്രിമാർ പറയും, ഉണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും പറയും. PR ഏജൻസിയെക്കുറിച്ച് പാർട്ടിക്ക് 40 അഭിപ്രായങ്ങളുണ്ടാകും. അഭിപ്രായങ്ങൾ പറയാൻ നട്ടെല്ലുള്ള ആരുമില്ലാത്തതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ അവസ്ഥ വന്നത്. പാർട്ടിക്ക് മുഖ്യമന്ത്രിയെ ഭയമാണോ? മലപ്പുറത്ത് പിടിച്ച സ്വർണം രാജ്യദ്രോഹത്തിന് വേണ്ടിയാണ് പോകുന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. തനിക്ക് ശേഷം പ്രളയമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാടെന്നും അൻവർ കൂട്ടിച്ചേർത്തു. തനിക്കെതിരായ KT ജലീലിന്റെ നിലപാടിൽ അദ്ദേഹത്തെ കുറ്റം പറയാനാകില്ലെന്നും KT ജലീലിന് സ്വന്തമായി നിൽക്കാനുള്ള ശേഷിയില്ലെന്നും അൻവർ ആരോപിച്ചു. മറ്റുള്ളവരുടെ കാലിലാണ് ജലീൽ നിൽക്കുന്നത്. സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണിത്. ജലീലിനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാകാം പിന്മാറിയത്. താൻ ആരുടെയും പിന്തുണ തേടിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ ആയിഷ പോകുന്ന വഴിയിൽ വീട്ടിൽ കയറിയതാണ്. ആർക്ക് വേണമെങ്കിലും മാറ്റി പറയിപ്പിക്കാം. അവരുടെ മനസ്സെന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായെന്ന് മാത്രം. RSS ഏറ്റവും മഹത്തരമായ സംഘടനയാണെന്ന് പറഞ്ഞത് കേരള സ്പീക്കറാണ്. അതിനുള്ള മറുപടി കണ്ണൂരിലെ ജനങ്ങൾ കൊടുക്കും. നിലമ്പൂരിലെ പൊതുയോഗത്തിലേക്ക് ഇരട്ടി ആളുകൾ വരുമായിരുന്നു. അവരെ തടയുകയായിരുന്നു. ബാപ്പു വെള്ളിപ്പറമ്പ പിന്തുണയറിയിക്കാൻ വന്നതാണ്. എന്നാൽ തടഞ്ഞെന്നും PV അൻവർ ആരോപിച്ചു. പുതിയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഞായറാഴ്ച പറയും. ജനങ്ങൾ പറയുന്നതിനനുസരിച്ചായിരിക്കും തീരുമാനം. ഈ വരുന്ന 6-ന് മഞ്ചേരിയിൽ ജില്ലാതല രാഷ്ട്രീയ വിശദീകരണം സംഘടിപ്പിക്കും. വലിയ അടിയൊഴുക്കുകൾ ഉണ്ടാകും. രാഷ്ട്രീയ പാർട്ടി രൂപീകരണം മൂലം നിയമ തടസ്സമുണ്ടായാൽ വേണ്ടിവന്നാൽ രാജിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ പാർട്ടിയെ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാക്കില്ല. പാർട്ടി രൂപീകരണം പ്രഖ്യാപിച്ചതിനു പിന്നാലെ നിരവധി നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു. എല്ലാവർക്കും ജീവഭയമാണ്. ഭാവിയിൽ കൂടെ നിൽക്കാമെന്ന് പല നേതാക്കളും പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.